വിനീഷ്യസ് ജൂനിയറിന്റെ ഹെയർ സ്റ്റൈലിസ്റ്റിനെ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ വിനീഷ്യസ് ജൂനിയറിന്റെ ബാർബറിനെ റയൽ മാഡ്രിഡ് ടീം എല്ലാവരും ഇന്ന് കൈയടിച്ചിട്ടുണ്ടാകും. കാരണം ആ ഒരു പഴയ വിനീഷ്യസ് ജൂനിയർ ഹെയർ സ്റ്റൈലിലോട്ട് തിരിച്ചു വന്നു. വിനീഷ്യസ് ജൂനിയർ വീണ്ടും ഫോമായി. നമുക്ക് ആ ഒരു റയൽ മാഡ്രിഡ് ലാസ്റ്റ് ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സ് ആയിട്ടുള്ള ഒരു സീസണൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. വിനീഷ്യസ് ജൂനിയർ നിൽക്കുന്ന ഒരു സീസണായിരുന്നു അത്. ബാലൻ ഡിയോർ ഡിസേർവിംഗ് ആണ് എന്നൊക്കെ പലരും പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ബാലൻ ഡിയോർ കിട്ടിയില്ല. ഫിഫ മെൻസ് ബെസ്റ്റ് പ്ലെയർ ആണ്, പക്ഷെ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനത്തെ ആ ഒരു വിനീഷ്യസ് ജൂനിയർ ആ ഒരു ബാലൻ ഡിയോർ കഴിഞ്ഞതിന് ശേഷം എവിടെയോ നമുക്ക് മിസ്സായ പോലെയായിരുന്നു. ആ ഒരു വിനീഷ്യസ് ജൂനിയറിനെ ഈ ഒരു റെഡ് ബുൾ സാൾസ്ബർഗിനെതിരെ നമ്മൾ വീണ്ടും തിരിച്ച് കണ്ട പോലെ ഒരു ഫീൽ. ഒരു ഗോളും ഒരു അസിസ്റ്റും പ്രൊവൈഡ് ചെയ്ത് വിനീഷ്യസ് ജൂനിയർ ആ ഒരു മാച്ചിലെ പ്ലെയർ ഓഫ് ദി മാച്ച് ആയി. അങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫുട്ബോൾ പുറത്തെടുക്കുന്ന ഒരു പ്ലെയറാണ് വിനീഷ്യസ് ജൂനിയർ. എത്ര നമ്മൾ അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് ഇഷ്ടമല്ല, അദ്ദേഹത്തിന് ഇത്രത്തോളം ഹെയ്റ്റ് പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫുട്ബോൾ പുറത്തെടുക്കുന്ന ഒരു പ്ലെയറാണ് വിനീഷ്യസ് ജൂനിയർ. പലപ്പോഴും ഈ ഒരു മെസ്സി, റൊണാൾഡോ, നെയ്മർ ഇവർ മൂന്നുപേരും യൂറോപ്പ് വിട്ട് പോയതിനു ശേഷം ഭയങ്കര മോഡേൺ ഫുട്ബോളിൽ റോബോട്ടിക് വിങ്ങേഴ്സ് ആയിട്ട് മാറി. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വിനീഷ്യസ് ജൂനിയർ, ലമീൻ യമാൽ ഇവരെ പോലത്തെ കുറച്ച് പ്ലേയേഴ്സ് മാത്രമേ ആ ഒരു വിങ്ങിലൂടെ ഡ്രിബിൾ ചെയ്ത് നമുക്ക് കുറച്ച് എന്റർടൈൻമെന്റ് തരുന്ന പ്ലേയേഴ്സ് ഉള്ളായിരുന്നു. അതിലൊരാളായിരുന്നു വിനീഷ്യസ് ജൂനിയർ എന്ന് പറയുന്നത്. സോ നമുക്ക് നോക്കാം, റയൽ മാഡ്രിഡിന് ഇനി യുവന്റസിനെയാണ് അവർക്ക് ഒപ്പോണന്റ് ആയിട്ട് റൗണ്ട് ഓഫ് 16 കിട്ടിയിട്ടുള്ളത്. നമുക്ക് നോക്കാം എന്തായാലും ആരായിരിക്കും ക്ലബ്ബ് വേൾഡ് കപ്പിലെ വിജയി എന്നുള്ളത്. താങ്ക് യു സോ മച്ച്.